ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇന്നത്തേത് ഒരു ചിക്കൻ കടായി റെസിപ്പിയാണ്. ഷിൻവാരി ചിക്കൻ കടായി വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഈ ചിക്കനെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അതിനായിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്ത് ചൂടായിട്ട് വരുമ്പോൾ ചിക്കൻ പീസസ് ഇട്ട് കൊടുത്ത് ലേശം ഉപ്പുപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ കളർ ചേഞ്ച് ആവണ വരെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുകയാണ്. നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിതിനെ ഫ്രൈ ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഇപ്പോൾ ചിക്കൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമ്മൾ എക്സസ് ആയിട്ട് വരുന്ന ഓയിലിനെ എടുത്ത് മാറ്റുകയാണ്. ഇതൊരു 1 പോട്ട് ചിക്കൻ കറിയാണ്. കുറേ പാത്രങ്ങൾ വേണ്ട, കുറേ ഇൻഗ്രീഡിയൻസും വേണ്ട. അപ്പോൾ നമുക്ക് ഡിന്നറിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഹാഫായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. ഈ കടായിൽ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് തക്കാളി തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ 4 തക്കാളിയാണ് ഇട്ടിട്ടുള്ളത്. നിങ്ങൾ ചെറിയ തക്കാളിയാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 5-6 തക്കാളി ഉപയോഗിക്കേണ്ടി വരും. ഇനി ഇതിനെ നമ്മൾ ഇതുപോലെ അടച്ച് വെച്ച് ഒരു 10 to 15 മിനിറ്റ്സ് കുക്ക് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾ ഈ തക്കാളീൻ്റെ തൊലിയൊക്കെ എടുത്ത് കളഞ്ഞ് ഇതുപോലെ നന്നായിട്ടൊന്ന് മാഷ് ചെയ്തിട്ടെടുക്കുക. ഇതിൽ നിന്നാണ് ഈ ഗ്രേവി വരുന്നത്. നന്നായിട്ട് തന്നെ മാഷ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമ്മളിതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൽ എരിവിനായിട്ട് പച്ചമുളകും കുറച്ച് പെപ്പറും മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ പച്ചമുളക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 10 മിനിറ്റ്സും കൂടെ ഞാൻ ഈ ചിക്കനെ ഒന്ന് കുക്ക് ചെയ്യുന്നുണ്ട്. ഇനി ചിക്കൻ വെന്ത് കഴിഞ്ഞിട്ട് നമ്മളതിനെ തുറന്നിട്ടതിന് ശേഷം ഇതുപോലെ ഇളക്കി കൊടുത്ത് ഈ എണ്ണ തെളിഞ്ഞ് വരുന്ന വരെ ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളെ സാധാരണ കറി പോലെ ഒരുപാട് മസാലകളും ഉള്ളിയും ഒന്നും ആവശ്യമില്ല. പക്ഷേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ഇതിൻ്റെ ഒതൻറ്റിക് ഷിൻവാരി കടായിൽ ജസ്റ്റ് അവർ ചിക്കനും തക്കാളിയും പച്ചമുളകും ഉപ്പും മാത്രം ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഗരം മസാലയൊന്നും ഉപയോഗിക്കുന്നില്ല. പക്ഷെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഞാൻ അഫ്ഗാനി നാനിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. അതിൻ്റെ റെസിപ്പി പെട്ടെന്ന് തന്നെ പോസ്റ്റ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.